നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തത് 2025 കേരളത്തിൽ എത്ര കുട്ടികൾക്കാണ് നീറ്റ് എക്സാം കിട്ടിയതെന്ന് ചോദിച്ചാൽ ടെക്സ്റ്റ് ബുക്കിലെ ഇതേ ചോദ്യമാണ് നീറ്റിന് ക്വസ്റ്റൻ 500-ന് മുകളിൽ സ്കോർ ചെയ്ത 5000 കുട്ടികൾ പോലും. ഹലോ ഡി നീറ്റ് ആസ്പിറൻസ്, ദിസ് ഇസ് ANJ ഫ്രം മാർക്കനെക്സ്. സോ നീറ്റ് എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. മക്കളൊക്കെ ഏറെ കൺഫ്യൂഷനിലായിരിക്കുന്നറിയാം, എനിക്ക് നീറ്റ് കിട്ടുമോ എന്നുള്ള ഒരുപാട് ടെൻഷൻസ് നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നറിയാം. പക്ഷെ നീറ്റ് എക്സാമിനെ കുറിച്ച് നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയാണ്. ദ ഹിഡൻ ട്രൂത്ത്സ് എന്നൊക്കെ പറയാം. അപ്പോൾ ശരിക്കും നിങ്ങൾ വിചാരിക്കുക, 25 ലക്ഷം കുട്ടികൾ മത്സരിക്കുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ, നാഷണൽ ലെവലിൽ നടക്കുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റ്, വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൽ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് നീറ്റ് കിട്ടുമോ, ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തന്നെ ചിന്തിക്കുക, നമുക്കിത് പറ്റുമോ, നമ്മളെ കൊണ്ടാകുമോ. ശരിക്കും 25 ലക്ഷം ആസ്പിറൻസ് ആണ് 24-ലൊക്കെ നോക്കുകയാണെങ്കിൽ. ആപ്ലിക്കൻസ് അത്രയും ഉണ്ടായിരുന്നു നീറ്റിന്. ഓരോ വർഷവും നീറ്റിന്റെ എഴുതുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. പക്ഷെ 24-ൽ എനിക്ക് തോന്നുന്നു 25-നേക്കാളും കൂടുതൽ കുട്ടികളുണ്ടായിരുന്നു. മക്കളെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ, ഓരോ വർഷവും നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും 25-ല് ശരിക്കും പറഞ്ഞാൽ എക്സാമിന് രജിസ്റ്റർ ചെയ്ത മുഴുവൻ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത്, രജിസ്റ്റർ ചെയ്ത മുഴുവൻ കുട്ടികളുടെ എണ്ണം 24-ൽ 24 ലക്ഷം കുട്ടികളായിരുന്നു. 24,06,079 കുട്ടികളാണ് ഇതിൽ അപ്പിയർ ചെയ്തത്. എക്സാം എഴുതിയ കുട്ടികൾ 23,33,162 ആയിരുന്നു. എന്നാൽ ഇതിൽ ക്വാളിഫൈഡ് ആയ, അതായത് നീറ്റ് ക്വാളിഫൈഡ് ആയ കുട്ടികളുടെ, കട്ട് ഓഫ് ക്രോസ് ചെയ്ത കുട്ടികളുടെ എണ്ണം നിങ്ങൾക്ക് അറിയണോ? ഇറ്റ് ഈസ് 13,11,853. അതായത് എഴുതിയ കുട്ടികളുടെ പകുതി കുട്ടികൾ മാത്രമാണ് നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തത്. 25-ലേക്ക് നമ്മൾ വരുമ്പോൾ 22,76,069 കുട്ടികൾ രജിസ്റ്റർ ചെയ്തു. 22,90,318 കുട്ടികൾ എക്സാം എഴുതി. ക്വാളിഫൈഡ് ആയത് 12 ലക്ഷം കുട്ടികൾ മാത്രം. അഗെയിൻ ഒരു പകുതിയോളം കുട്ടികളാണ് ക്വാളിഫൈഡ് ആയത്. അതിൽ നിന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, നീറ്റ് എക്സാം അത്രയധികം ടഫാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പകരം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മക്കളെ, നീറ്റ് എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ അപ്പിയർ ചെയ്യുന്ന എല്ലാ കുട്ടികളും ഒരേ സീരിയസ്നെസ്സോട് കൂടിയല്ല എക്സാമിനെ കാണുന്നത്. അതിൽ പകുതിയോളം കുട്ടികൾ ഇത് ക്വാളിഫൈ ചെയ്യുന്നു പോലുമില്ല. അപ്പൊ ശരിക്കും നിങ്ങളുടെ ഒപ്പോണൻസ് എന്ന് പറയുന്നത് ഈ 25 ലക്ഷം കുട്ടികളല്ല, അതിൽ പകുതിയോളം കുട്ടികളോട് മാത്രമാണ് നിങ്ങൾ മത്സരിക്കേണ്ടത്. ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുകയാണെങ്കിൽ അതിൽ പകുതിയോളം കുട്ടികളോട് മാത്രമാണ് നമ്മൾ മത്സരിക്കേണ്ടത്. ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ അതിന്റെ എണ്ണം പിന്നെയും കുറയും. ഓക്കെ, ക്വാളിഫൈഡ് ആയ കുട്ടികളുടെ എണ്ണം നമുക്ക് നോക്കാം. അപ്പൊ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയുടെ അൺറിസർവ്ഡ് ആയിട്ടുള്ള, അതിൽ തന്നെ വരുന്ന EWS അൺറിസർവ്ഡ് കാറ്റഗറിയുടെ കട്ട് ഓഫ് 144 മാർക്കായിരുന്നു. ബാക്കിയുള്ള കട്ട് ഓഫ് റേഞ്ചുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. 144 സ്കോർ കിട്ടിയ കുട്ടികളുടെ കാര്യമാണ് ഈ പറയുന്നത്. അതായത് 720-ല് കട്ട് ഓഫ് ക്രോസ് ചെയ്ത് കാറ്റഗറി വൈസ് മാറുമ്പോൾ ചെറിയ രീതിയിൽ കട്ട് ഓഫ് മാറുന്നുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. സോ ഇത്രയും സ്കോർ കിട്ടിയ കുട്ടികളുടെ കാര്യമാണ് പകുതി എന്ന് പറഞ്ഞത്. അപ്പൊ പാസ്സാകുന്ന കുട്ടികളൊക്കെ ആ 13 ലക്ഷത്തിലുണ്ട്. ഇനി ശരിക്കും 13 ലാക്ക് സ്റ്റുഡൻസ്, അത്രയും ആളുകളോട് നമ്മൾ മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കേരളത്തിന്റെ കാര്യത്തിലേക്ക് വരാം. മക്കളെ, ഓൾ ഇന്ത്യ തലത്തിലും കേരള അലോട്ട്മെന്റും 2 രീതിയിൽ അലോട്ട്മെന്റ് നടക്കുന്നുണ്ട്. ഇതിൽ ഓൾ ഇന്ത്യ കോട്ട വഴി അപ്ലൈ ചെയ്യുന്ന ടൈമിൽ കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റ് MBBS സീറ്റുകളുടെ 15% ഓൾ ഇന്ത്യ കോട്ട വഴിയാണ് ഫില്ല് ചെയ്യപ്പെടുക. അതിൽ നിങ്ങളുടെ കൂടെ മത്സരിക്കാൻ ഇന്ത്യയിലെ മുഴുവൻ കുട്ടികളും ഉണ്ടായിരിക്കും. തമിഴ്നാട്ടിലെ കുട്ടികളുണ്ട്, കർണാടകയിലെ കുട്ടികളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെയും പോയി അപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ പോയി അപ്ലൈ ചെയ്യാം, കർണാടകയിൽ അപ്ലൈ ചെയ്യാം. എന്നാൽ കേരളത്തിന്റെ 85% സീറ്റുകൾ, 100% സീറ്റുകളിൽ 85% സീറ്റുകൾ കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടി റിസർവ്ഡ് ആണ്. സ്റ്റേറ്റ് കോട്ട എന്നാണ് ഇതിന് പറയുക. അപ്പൊ കേരളത്തിന്റെ ക്രൈറ്റീരിയ ഫുൾഫില്ല് ചെയ്യുന്ന, കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിലുള്ള ഈ കുട്ടികളോട് മാത്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിട്ടാനും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കിട്ടാനും ഒക്കെ വേണ്ടി നിങ്ങൾ മത്സരിക്കേണ്ടത് 85% സീറ്റുകളിലേക്ക്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ബാക്കി 15% എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളാണ്. ഈ ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളിലേക്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസിലെ കുട്ടികളുമായിട്ടാണ് നിങ്ങൾ മത്സരിക്കേണ്ടി വരുന്നത്. അതിൽ ആ 13 ലക്ഷം പേരുണ്ട്. നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ കുട്ടികളും വരും. എന്നാൽ ഈ 85% ആ 13 ലക്ഷം ഇല്ല. ശരിക്കും ഈ 85% ആരൊക്കെയുണ്ടോ നമുക്ക് നോക്കാം. അപ്പൊ കേരളത്തില് കഴിഞ്ഞ വർഷം നീറ്റ് 24-ഉം 25-ഉം നോക്കുകയാണെങ്കിൽ നമ്മൾ കേരളം എടുക്കുകയാണ്, നമ്മുടെ സ്റ്റേറ്റ് എടുക്കുകയാണ്. നമ്മുടെ സ്റ്റേറ്റിൽ അപ്പിയർ ചെയ്ത കുട്ടികളുടെ എണ്ണം 1,36,974 ആയിരുന്നു. 1.25 ലക്ഷം കുട്ടികളോളമാണ്
നീറ്റ് എക്സാം 2024 എഴുതുന്നത്. അതിൽ 86,000 കുട്ടികളാണ് ക്വാളിഫൈ ചെയ്തത്. ഇനി 25ലേക്ക് വരുമ്പോൾ 1,21,516 കുട്ടികളാണ് നീറ്റ് എക്സാം എഴുതിയത്. അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളത് 73,328 കുട്ടികൾ മാത്രമാണ് നീറ്റ് പാസ്സായത്, ക്വാളിഫൈഡ് ആയത്. അഗെയിൻ വീണ്ടും എണ്ണം കുറഞ്ഞു. അപ്പൊ കേരളത്തിൽ നമ്മളോട് മത്സരിക്കാൻ വരുന്നത് കേരളത്തിന്റെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്ന കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിലുള്ള കുട്ടികളാണ്. അപ്പൊ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള 73,000 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഇനി വളരെ കുറച്ച് കേരളത്തിന്റെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്ന ബാക്കി കുറച്ച് കുട്ടികളും കൂടി ഉണ്ടെന്ന് കരുതുക. എന്നാൽ പോലും ഒരു 80,000 കുട്ടികളോടാണ് ഓരോ വർഷവും, ഓക്കെ, ഒരു 80,000 കുട്ടികളോടാണ് ഓരോ വർഷവും നിങ്ങൾ മത്സരിക്കേണ്ടതായിട്ട് വരുന്നത് കേരളത്തിലെ സീറ്റുകളിലേക്ക് വേണ്ടി. ഇനി ഞാൻ നിങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങളിലൂടെ പറയാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും, സോ 25 ലക്ഷത്തുനിന്ന് കുറഞ്ഞു, 25 ലക്ഷം 13 ലക്ഷമായി ഓൾ ഇന്ത്യ ലെവലിൽ എത്തിയപ്പോൾ പാസ്സാകുന്ന കുട്ടികളുടെ എണ്ണം. കേരളത്തിൽ നോക്കിയപ്പോൾ ഒരു 80,000 കുട്ടികളാണ് കേരളത്തിന്റെ ക്രൈറ്റീരിയ ഒക്കെ ഫുൾഫിൽ ചെയ്ത് ഓരോ വർഷവും ക്വാളിഫൈ ചെയ്ത് റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നത്. സോ 80,000 പേരോടാണ് നിങ്ങൾ മത്സരിക്കുക. എന്നാൽ വീണ്ടും തെറ്റി മക്കളെ. ശരിക്കും പറഞ്ഞാൽ 720 നീറ്റ് എക്സാം നടക്കുന്നത്, അല്ലെ? നീറ്റിന്റെ മാക്സിമം സ്കോർ എന്ന് പറയുന്നത് 720 ആ. ഇതിൽ 25 കഴിഞ്ഞ വർഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 500+ റാങ്ക്, അതായത് 501 തൊട്ട് സ്കോർ കിട്ടിയ റാങ്ക് അല്ല, 500 സ്കോറിന് മുകളിൽ കിട്ടിയ 5,000 കുട്ടികൾ പോലും ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നീറ്റ് എക്സാം അത്രയേറെ ടഫ് ആയിരുന്നു കഴിഞ്ഞ വർഷം. 700-ന് മുകളിൽ ആർക്കും സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത്രയും ടഫ് എക്സാം ആയിരുന്നു. എന്നാൽ പോലും മക്കൾ മനസ്സിലാക്കേണ്ടത് ഈ 720-ൽ 501, അതായത് 500+, സ്കോർ ചെയ്ത 5,000 കുട്ടികൾ പോലും കേരളത്തിൽ ഇല്ല. അപ്പൊ ശരിക്കും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ, കൃത്യമായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മത്സരിക്കേണ്ടി വരുന്നത് എത്ര കുട്ടികളോടാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അതായത് 720-ൽ 500+ ഉള്ള 5,000 സ്റ്റുഡൻസ് പോലും കേരളത്തിൽ ഇല്ലായിരുന്നു 25-ൽ. ഓക്കെ, അപ്പോൾ ശരിക്കും റിയൽ ഒപ്പോണൻസ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് ഈ എക്സാമിന് വേണ്ടി നിങ്ങളോടൊപ്പം മത്സരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണെന്നുള്ളതാണ് സത്യാവസ്ഥ. ഓക്കെ, അപ്പൊ അപ്പിയർ ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കണ്ട് ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട. 25-24 ലക്ഷം ഒക്കെ അവിടെ കാണും. പക്ഷെ ശരിക്കും കൃത്യമായിട്ട് ഇതെല്ലാം ഫോളോ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളുടെ കൂടെ മത്സരിക്കുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ഇസ് വെരി ലെസ്. അത് മനസ്സിലാക്കുക. സോ നന്നായിട്ട് പഠിക്കുക, കൃത്യമായ സ്ട്രാറ്റജി വേണം, കൃത്യമായ ടൈം ടേബിളോടുകൂടി വ്യക്തമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക കുഞ്ഞുങ്ങളെ. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് NCERT ബേസ് ചെയ്ത് പഠിക്കുക. ടഫ് ക്വസ്റ്റ്യൻസ് ആണ്, ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ റാങ്ക് ഡിസൈഡിങ് ചോദ്യങ്ങൾ ഉണ്ടാകും. ഇവിടെ NCERT വൃത്തിയായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. 24-ൽ വന്ന ഒരു നീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന കെമിസ്ട്രിയുടെ +2 കെമിസ്ട്രിയുടെ ചാപ്റ്ററിൽ നിന്ന് വന്നൊരു ചോദ്യമാണ്. അപ്പൊ ചോദ്യം ഇതാണ്: ദ റിയേജൻ with which glucose does not react to give the corresponding test or products are. അപ്പൊ ഓരോന്നും തന്നിട്ടുണ്ട്. ഇനി ഈ ക്വസ്റ്റിന്റെ ആൻസർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളുടെ ബയോമോളിക്യൂൾസിന്റെ NCERT ടെക്സ്റ്റ് ബുക്ക് ആണ്, +2 കെമിസ്ട്രിയുടെ NCERT ടെക്സ്റ്റ് ബുക്ക് ആണ്. ഇതിൽ സൈക്ലിക് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് എന്നുള്ള ടോപ്പിക്കിൽ ആദ്യത്തേതിൽ തന്നെ പറയുന്നുണ്ട്, ഇതാ, despite having the aldehyde group, glucose does not give shift test and it does not form the hydrogen sulfate addition product with sodium bisulfite. So വളരെ കൃത്യമായിട്ട് NCERTയുടെ ആദ്യ ഭാഗത്ത് തന്നെ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം, സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിട്ട് നിങ്ങളോട് ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഷിഫ്റ്റ് റിയേജന്റുമായിട്ട് അത് റിയാക്ട് ചെയ്യുന്നില്ല, ഷിഫ്റ്റ് ടെസ്റ്റ് തരുന്നില്ല. വളരെ കൃത്യമായിട്ട് എവിടെ പറയുന്നുണ്ട്? ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് ഫോം ദി ഹൈഡ്രജൻ സൾഫൈഡ് അഡീഷൻ പ്രോഡക്റ്റ്. ഹൈഡ്രജൻ സൾഫൈഡ് അഡീഷൻ പ്രോഡക്റ്റ് അത് തരുന്നില്ല. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയല്ല, ഇവിടെ NCERTയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തരാം. മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരുപാട് ചോദ്യങ്ങൾ എടുത്താൽ ഇതേപോലെ ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. നോക്ക്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഓൺ ഹീറ്റിംഗ് സം സോളിഡ് സബ്സ്റ്റൻസസ് ചേഞ്ച് ഫ്രം സോളിഡ് ടു വേപ്പർ സ്റ്റേറ്റ് without passing through liquid state, the technique used for the purification of such solid substances based on the above principle is known as. ഏത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. NCERTയിൽ ഇതാ അങ്ങനെ തന്നെ സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. സം സോളിഡ് സബ്സ്റ്റൻസസ് ചേഞ്ച് ഫ്രം സോളിഡ് ടു വേപ്പർ സ്റ്റേറ്റ് without passing through liquid state. The purification technique based on the above principle is known as sublimation. അതായത് ഒരു ഡിറക്റ്റ് സ്റ്റേറ്റ്മെന്റ് NCERTയിൽ നിന്ന് എടുത്ത് നീറ്റ് എക്സാമിന് ചോദിച്ചിരിക്കുക. അതേ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ആ അബവ് പ്രിൻസിപ്പിൾ ഈസ് നോൺ ആസ് സബ്ലിമേഷൻ, ആ ഒരു കാര്യം
ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് വായിച്ച കുട്ടികൾക്ക് ഈസി ആയിട്ട് ഇത് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ NCERT ബേസ് ചെയ്ത് വളരെ കൃത്യമായിട്ട് പഠിക്കുക, നന്നായിട്ട് NCERT വായിക്കുക. ആദ്യം തന്നെ ഇപ്പോൾ NCERT വായിക്കാനല്ല പറയുന്നത്, നന്നായിട്ട് ക്ലാസ്സുകളൊക്കെ കണ്ട് കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കിയ ശേഷം NCERT ലൈൻ ബൈ ലൈൻ വായിക്കുക. വെറുതെ നിങ്ങൾ ആദ്യമായിട്ട് പോയിട്ട് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് ടഫായിട്ട് ഫീൽ ചെയ്യും. സോ നന്നായിട്ട് ക്ലാസ്സുകളൊക്കെ കണ്ട് വീഡിയോസ് ഒക്കെ കണ്ട് ഫോളോ ചെയ്തതിന് ശേഷം കോൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം ടെക്സ്റ്റ് ബുക്ക് നല്ല ക്ലിയർ ആയിട്ട് വായിക്കുക. NCERT ബേസ്ഡ് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ എക്സാമിന് കാണും. സോ ടഫാണ്, ബട്ട് പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് വരും. സോ നന്നായിട്ട് പഠിക്കുക മക്കളെ, ടെൻഷൻ ഒന്നും വേണ്ട. വളരെ കുറച്ച് പേരാണ് നമുക്ക് നേരിടാനുള്ളത്, അത്രേ ഉള്ളൂ. നമുക്ക് കിട്ടും, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടും. ഇപ്പം സെൽഫ് ഡൗട്ടിനുള്ള സമയമല്ല, എനിക്കിത് കിട്ടുമോ, എന്നെ കൊണ്ടാകുമോ എന്നുള്ള ഡൗട്ടും കാര്യങ്ങളും ഒന്നും ഇപ്പം നിങ്ങളുടെ മനസ്സിൽ വരാൻ പാടില്ല. അൾട്ടിമേറ്റ് ആയിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക. ഈ വർഷം തന്നെ നമുക്ക് നീറ്റ് കിട്ടും. ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യൂ. ഓൾ ദ വെരി ബെസ്റ്റ്.